ഭക്തിപൂർവം ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ എന്താണ് പ്രയോജനം എന്ന് മുമ്പ് പറഞ്ഞു. അത് അനുഷ്ഠിച്ചില്ലെങ്കിലോ എന്നാണ് അടുത്ത ചോദ്യം. ഭക്തി ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അതിൽ വിശേഷിച്ച് ഇവിടെ ഈ കർമ്മകാണ്ഡത്തിൽ മാത്രം കുരുങ്ങിയിട്ടുള്ള പുരോഹിതന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവർ തമോവിശന്തി അനിച്ഛന്ത വാസുദേവ പരാങ്മുഖാഹ, സംശയിക്കേണ്ട, അന്ധതാമിശ്രത്തിലേക്ക് ചീട്ട് വാങ്ങിയിട്ടുള്ള ആളുകളാണ് എന്നാണ് ഇവിടെ പറയണത്. ഇത്തരം ഭക്തിരഹിതന്മാരായ പുരോഹിതന്മാർക്ക് രണ്ട് ജോലിയാണെന്നാണ് ഇവിടെ പറയുന്നത്. ചമസൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ പുരോഹിതന്മാരെ ശകാരിക്കുന്നത്. ഒന്ന്, വദന്തിതേന്യോന്യം ഉപാസിത സ്ത്രീയ, സ്ത്രീ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ അവർ സംസാരിക്കൂ. രണ്ട്, ഭക്തന്മാരെ നിന്ദിക്കുക, അത് അവരുടെ സ്വഭാവമാണ്. ഒരാൾ നാമം ചൊല്ലുന്നത് കണ്ടാൽ, ഒരാൾ കീർത്തനം പാടുക, ഇതൊക്കെ കണ്ടാൽ കേട്ടാൽ അവർക്ക് പുച്ഛം, പൊട്ടൻ എന്നൊക്കെയാണ് അവർ പറയുക. പാപി എന്നും പറയും ചിലപ്പോൾ. അത് മേൽപ്പത്തൂർ എത്ര ഭംഗിയായിട്ടാണ് ഗുരുവായൂരപ്പനോട് പറഞ്ഞതെന്നോ. ഈ നാമം ജപിക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജംഗൂഹിതും ദുശ്ചരിത്രം. ഈ രാമകൃഷ്ണ രാമകൃഷ്ണ എന്നിങ്ങനെ ഈ ജപിക്കണത് കേട്ടാൽ അറിയാം എന്നാണ് അവൻ പാപിയാണ് എന്ന്. എന്തിനാണെന്നോ അങ്ങനെ ജപിക്കണേ? അവനവൻ്റെ കൊള്ളരുതായ മറച്ചു വയ്ക്കാൻ. ഇങ്ങനെയാണ് ഇവരെ നാമം ജപിക്കുന്ന ആളുകളെ പരിഹസിക്കുക. നിർലജ്ജസ്യ വാചാ ബഹുതരകഥനീയാനി മേ വിഘ്നിതാനി. ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും മേൽപ്പത്തൂർ കണ്ട ചിത്രമാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നതെന്ന്. ഗുരുവായൂർ അമ്പലത്തിൽ കണക്കാക്കുക. രണ്ടുപേര് ലവലേശം ഭക്തിയില്ലാത്ത ആളുകളാണ്. ഈ പറഞ്ഞ കർമ്മകാണ്ഡത്തിൽ മാത്രം കുരുങ്ങിയിട്ടുള്ളവർ ഒരാളെ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ദേ ഇയാളിങ്ങനെ രാമകൃഷ്ണ രാമകൃഷ്ണ എന്ന് പറയണില്ലേ, എന്തിനു വേണ്ടിയിട്ടാണെന്നോ? നിജംഗൂഹിതും ദുശ്ചരിത്രം, ഇയാളുടെ കൊള്ളരുതായ്മ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ വെറുതെ പറയണതല്ല, എൻ്റെ അയൽവക്കത്താണ് ഇയാൾ താമസിക്കണതേ. എനിക്കാണെങ്കിൽ ഇയാളുടെ വീട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇയാളുടെ വീട്ടിൽ ചെല്ലുമ്പോണ്ട് ഇയാൾ ഒരു പുസ്തകം വളർത്തി ഇങ്ങനെ വായിക്കണത് കാണാം. എന്താ ഭാഗവതമെന്നോ രാമായണമെന്നോ ഇങ്ങനെ എന്തോ ആണ് ഈ പുസ്തകത്തിൻ്റെ പേര്. എനിക്ക് ഈ മാതിരി പുസ്തകങ്ങളുടെ പേരങ്ങോട്ട് കേട്ടാൽ കലി വരും. ഞാൻ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അങ്ങനെയാണ് പതിവ്. അത് കാരണം എന്തു പറ്റണമെന്നോ? മേ വിഘ്നിതാനി, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് പറയാൻ പറ്റാറില്ല. അയൽവക്കത്തൊക്കെ ഈ മാതിരി ശല്യങ്ങളുണ്ടായാൽ ജീവിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാട്ടോ എന്ന് ഒരാൾ. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന ആളെന്ത് പറഞ്ഞെന്നോ? താൻ ഭാഗ്യവാനാ, തനിക്ക് അയൽവക്കത്തല്ലേ ഉള്ളൂ ശല്യം, എനിക്ക് എൻ്റെ കുടുംബത്തിലുണ്ടൊരു ശല്യക്കാരൻ. അപ്പോഴോ ഭ്രാതാമേ വന്ധ്യശീല ഭജതി കില സദാ വിഷ്ണും. എനിക്കൊരു സഹോദരനുണ്ട്, താൻ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. എല്ലാ സമയത്തും ഈ രാമായണോ ഭാഗവതോ എന്തോ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഒരു വിഷ്ണുവിനെ ഭജിക്കൽ എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് കൊള്ളുമോ? കൊള്ളുമെങ്കിൽ സഹിക്കാമായിരുന്നു, അതുമില്ല. ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. ഒരാൾ വിഷ്ണുവിനെ ഭരിക്കണത് കണ്ടാൽ അയാളെ ഒരു കാര്യത്തിനും കൊള്ളില്ല എന്ന് ഉറപ്പിക്കാം. രണ്ടുപേർ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞപ്പം മൂന്നാമതൊരാൾ എന്താ പറയണേ? അപ്പം ഇത് രണ്ടും കേൾപ്പിച്ചു. അപ്പം മൂന്നാമനും പറഞ്ഞു, ശരിയാട്ടോ, ഇതെനിക്കും ബോധ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ നിന്ദന്തി ഉച്ചൈർഹസന്തിത്വ ഈ നിഹിതരതിൻ. മേൽപ്പത്തൂർ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. എന്ത്? താദൃശമാകൃതാമം, എന്നെ അത്തരത്തിലൊരാളാക്കി തീർക്കരുതേ. നാമം ജപിക്കുന്ന ആളുകളെ, കീർത്തനം പാടുന്ന ആളുകളെ, ഭാഗവതവും രാമായണമൊക്കെ വായിക്കുന്ന ആളുകളെ നിന്ദിക്കുന്ന ഒരാളാക്കി തീർക്കരുതേ എന്ന്. നമുക്കും ഇപ്പോൾ ഇത് തന്നെ പ്രാർത്ഥിക്കാനുള്ളൂ. ഇന്നത്തേക്കാൾ കൂടുതലുണ്ടായിരുന്നു എന്നാണ് തോന്നണത്. അക്കാലത്ത് ഈ നാമം ജപിക്കുന്ന ആളുകളോടൊക്കെ ആളുകൾക്ക് പുച്ഛം, പരിഹാസവും. ഇത് തുഞ്ചത്തെഴുത്തച്ഛനും പറയുന്നുണ്ട്. ആ ഹരിനാമകീർത്തനം മറിച്ച് നോക്കിയാൽ കാണാം. ഋഭോഷനെന്നു ചിലർ ഭാഷിക്കലും ചിലർകൾ ഈ പാപി എന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കുതിരിയ എന്നുറച്ചു തിരുനാമങ്ങൾ ചൊല്ലുക ഹരിനാരായണായ നമ. ഞാൻ പൊട്ടനാണോ പാപിയാണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഹരിനാരായണായ നമ തിരുനാമങ്ങൾ ജപിക്കുക, അത് മാത്രമേ വേണ്ടൂ. ഏതായാലും ഇങ്ങനെ ഈ നിരന്തരം ഭക്തന്മാരെ പരിഹസിക്കുന്ന ഇവരുണ്ടല്ലോ, ഇവർ എവിടേക്കാണ് പോണതെന്നുള്ളതിനെപ്പറ്റി ഒട്ടും സംശയിക്കാനില്ല. തമോവിശന്തി അനിച്ഛന്ത. ഇവരൊക്കെ അന്ധതാമിശ്രത്തിലേക്ക് ടിക്കറ്റും വാങ്ങി ഇരിക്കുകയാണ്. വണ്ടി വന്നാൽ അപ്പോൾ അങ്ങോട്ട് പുറപ്പെടാം എന്നുള്ള മട്ടിൽ. വിദേഹരാജാവ് ചോദിച്ചു,
എല്ലാ കാലത്തും ഒരുപോലെയാണോ ഭഗവാനെ ഭജിക്കുക എന്ന്? അപ്പോൾ യുഗധർമ്മം അനുസരിച്ച് വ്യത്യാസമുണ്ട് എന്നാണ് കരഭാജനൻ എന്ന 9ാമത്തെ യോഗീശ്വരൻ പറഞ്ഞു കേൾപ്പിച്ചത്. കൃതയുഗത്തിൽ ഭഗവാനെ ഒരു മുനിയായിട്ട് സങ്കല്പിക്കുക, തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുക. ത്രേതായുഗത്തിൽ യജ്ഞം ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിക്കുക. ദ്വാപരയുഗത്തിൽ പൂജ ചെയ്ത് പ്രസാദിപ്പിക്കുക. കലിയുഗത്തിലോ ഇതൊന്നും പറ്റാതെ കണ്ടാവും. അപ്പോൾ നീലം സങ്കീർത്തനാദ്യൈ, സങ്കീർത്തനം കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാം. പ്രത്യേകിച്ച് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പ്രസാദിപ്പിക്കുക. കലിയുഗത്തിൽ രാമായണം വായിക്കുക എന്നർത്ഥം. അതാണ് സങ്കീർത്തനം കൊണ്ട് ശ്രീരാമനെ പ്രസാദിപ്പിക്കാനുള്ള ഉപായം. ഭാഗവതം വായിക്കുക, ഇതാണ് ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കാനുള്ള ഉപായം. ഇനി അയ്യോ ഇപ്പോൾ സംസ്കൃതം വായിക്കാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ആരും ഉത്കണ്ഠപ്പെടേണ്ട. കാരണം ഈ വക ഗ്രന്ഥങ്ങളൊക്കെ ഓരോരോ നാട്ടുഭാഷകളിലേക്ക് ആളുകൾ വിവർത്തനം ചെയ്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളികൾക്കാണെങ്കിൽ എത്ര എളുപ്പം രാമായണം തുഞ്ചത്തെ എഴുത്തച്ഛൻ കിളിപ്പാട്ടായിട്ട് എഴുതി വച്ചേക്കണു, അതെടുത്ത് വായിച്ചാൽ മതി. മൂലത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. തമിഴിൽ കമ്പർ എഴുതി വച്ചിട്ടുണ്ട്, കമ്പരാമായണം. തുളസീദാസ് ഹിന്ദിയിൽ എഴുതി വച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വായിച്ചാലും പോരായൊന്നുമില്ല. അതൊക്കെ ഭഗവത് കഥകൾ തന്നെയാണ്. പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കാനും വേണം കുറച്ച് സാഹിത്യപരിചയം. അതും കിട്ടിയിട്ടില്ലെങ്കിലോ എന്നാലും സങ്കീർത്തനം കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പോൾ ശ്രീരാമനെ പ്രസാദിപ്പിക്കലായി സങ്കീർത്തനം കൊണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കാൻ ഇതുപോലെ. ഇതിനിപ്പോൾ എത്ര പ്രയാസമുണ്ട്? ആരുടെയും സഹകരണം ആവശ്യമില്ല. ഇന്ന സ്ഥലത്തിരുന്നേ ആവാവൂ എന്നില്ല. ഊരിന്നു വേണ്ട നിജ ഭാരങ്ങൾ വേണ്ടതിന്. എഴുത്തച്ഛൻ എത്ര ഭംഗിയായിട്ടാണ് പറയണത് അല്ലേ? നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന് നാരായണ അച്യുതഹരേ എന്നതിന് നാവൊന്നെ വേണ്ടു ഹരിനാരായണായ നമ. നാവുണ്ടോ? നാമം ജപിക്കാം. നാമം ജപിച്ചാൽ ഭഗവാനെ പ്രസാദിപ്പിക്കാം. ആ നിലയ്ക്ക് നോക്കുമ്പോഴേ കലിയുഗം തന്നെയാട്ടോ നല്ലത്. ഇത്രയും അനായാസം ഭഗവാനെ പ്രസാദിപ്പിക്കാൻ മറ്റു യുഗങ്ങളിൽ സാധിക്കില്ല. അതുകൊണ്ട് കൃതയുഗത്തിലും ത്രേതായുഗത്തിലുമൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകൾ അന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങളെ കലിയുഗത്തിൽ ജനിപ്പിക്കണേ എന്ന്. ഒരുപക്ഷെ ഈ നമ്മളൊക്കെ അന്ന് ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് വരാം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഭഗവാനോട് കലിയുഗത്തിൽ ജനിപ്പിക്കണേന്ന്. നമ്മുടെ പ്രാർത്ഥനയനുസരിച്ച് ഭഗവാൻ നമ്മളെ കലിയുഗത്തിൽ ജനിപ്പിച്ചു. ഇനി നമ്മൾ ഭാഗവത ധർമ്മങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കുക, അത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ഭാഗവതത്തിൽ പറയുകയാണ്, ദ്രമിഡദേശത്ത് ധാരാളം ഭക്തന്മാർ ജനിക്കും എന്ന്. ദ്രമിഡദേശം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്, കേരളം. വിന്ധ്യപർവ്വതത്തിൻ്റെ തെക്ക് ഭാഗം മുഴുവനും ദ്രമിഡദേശമാണ്. എന്നാലും വിശേഷിച്ച് ദക്ഷിണാപഥം എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്നത് തമിഴ്നാടും കേരളവും ആണ്. ഈ തമിഴ്നാട്ടിലും കേരളത്തിലും എത്ര ഭക്തന്മാരാണ് ജനിച്ചേക്കുന്നതെന്നോ. 1200 കൊല്ലം മുമ്പാണ് ശങ്കരാചാര്യർ ഈ കേരളത്തിൽ ജനിച്ച് വളർന്നത്. പിന്നെ 400 കൊല്ലം മുമ്പ് മേൽപ്പത്തൂര്, പൂന്താനം, തുഞ്ചത്തെഴുത്തച്ഛൻ, ഇങ്ങനെ അനവധി പേര്. കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ഒക്കെ ജീവിച്ചത്. കേരളത്തിൽ ഇത്രയും ആളുകൾ. ഇനി തമിഴ്നാട്ടിലേക്ക് കിടന്നാലോ ശിവ, എത്ര നായനാർമാർ, എത്ര ആഴ്വാർമാർ. നായനാർ എന്ന് വെച്ചാൽ ശിവഭക്തൻ എന്നർത്ഥം, ആഴ്വാർ എന്ന് വെച്ചാൽ വിഷ്ണുഭക്തൻ എന്നർത്ഥം. 63 നായനാർമാരുടെ ചരിത്രം ഒരാൾ സംഗ്രഹിച്ചു വച്ചിട്ടുണ്ട്. അതിന് പെരിയ പുരാണം എന്നാണ് പേര്. തമിഴിൽ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണത്. ചേക്കിഴാർ എന്നു പേരുള്ള ഒരു മഹാത്മാവാണ് അത് സംഗ്രഹിച്ചു വച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് തമിഴന്മാർക്കിടയിൽ 4 പേരെ നാൽവർ എന്ന പേരിൽ വ്യവഹരിക്കാറുണ്ട്. അത്ര ഭാഗവതോത്തമന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ വിശേഷാൽ പ്രശംസിക്കപ്പെടുന്നത്. തിരുനാവൂക്കരശർ, തിരുജ്ഞാന സംബന്ധർ, മാണിക്യവാചകർ, സുന്ദരമൂർത്തി, ഈ 4 പേരാണ് നാൽവർ എന്ന പേരിൽ വിശേഷാൽ അറിയപ്പെടുന്നവർ തമിഴന്മാർക്കിടയിൽ. ഇവരൊക്കെ ഈ നായനാർമാർ എഴുതിയിട്ടുള്ള എത്ര ആയിരക്കണക്കിന് സ്തോത്രങ്ങൾ, ശിവസ്തുതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ശിവസ്തുതികൾക്ക് എല്ലാത്തിനും കൂടി തേവാരം എന്നാണ് തമിഴിൽ പറയുക. ഇനി ആഴ്വാർമാരുടെ കഥ. 12 ആഴ്വാർമാരാണ് പ്രസിദ്ധരായിട്ടുള്ളവർ. കുലശേഖരാഴ്വാർ, നമ്പാഴ്വാർ, തിരുപ്പാനൈ ആഴ്വാർ, തിരുമങ്കൈ ആഴ്വാർ, പെരിയാഴ്വാർ, ആണ്ടാൾ,
അതിലേറ്റവും പ്രശസ്തി ആർജിച്ചത് ആണ്ടാൾ തന്നെയാണ്. ശ്രീരംഗക്ഷേത്രത്തിലെ ഭഗവാനെ തന്നെ സ്വന്തം ഭർത്താവായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചു. ആദ്യം അവനവൻ്റെ കഴുത്തിൽ മാലയിട്ടു. ആ മാല ഭഗവാന് അങ്ങോട്ട് സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആണ്ടാൾക്ക് വിശേഷാൽ ഒരു ബിരുദവും കൂടി ഉണ്ടായി. ചൂടിക്കൊടുത്ത ചുടർകൊടി എന്ന, ചുടർ എന്ന് പറഞ്ഞാൽ മാല എന്നർത്ഥം. താൻ ആദ്യം സ്വീകരിച്ചതിന് ശേഷം ഭഗവാന് മാല കൊടുത്തവൾ എന്നർത്ഥമാണ് അതിന്. അവരുടെയൊക്കെ ആ കീർത്തനങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. തിരുപ്പാവൈ എന്നാണ് ആണ്ടാൾ എഴുതിയിട്ടുള്ള ആ കൃതിയുടെ പേര്. എങ്ങനെ ഈ ആഴ്വാർമാർ എഴുതിയിട്ടുള്ള അനേകം സ്തോത്രങ്ങൾ, വൈഷ്ണവ സ്തോത്രങ്ങൾ, തമിഴിൽ തന്നെ 4000 വൈഷ്ണവ സ്തോത്രങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് ഒരാൾ എഡിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നാഥമുനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിന് 4000 പ്രബന്ധം എന്നാണ് പേര്. ദിവ്യപ്രബന്ധം എന്നും പേരുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ തമിഴ് ഭാഷയിൽ തന്നെ 1000 സ്തോത്രകൃതികളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ കിട്ടിയതിനേക്കാൾ എത്രയോ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യവും തീർച്ചയാണ്. ഭാഗവതത്തിൽ പറയാണ്, ദ്രമിഡദേശത്ത് ധാരാളം ഭക്തന്മാർ ജനിക്കും എന്ന്. ഭാഗവതത്തിൽ പറഞ്ഞത് അക്ഷരം പ്രതി പരമാർത്ഥമാണ്. നമ്മുടെ നാട്ടിൽ എത്രയാണ് ഭക്തന്മാർ ജനിച്ചതെന്ന് കണക്കുമില്ല. അന്ന് വിദേഹരാജാവിൻ്റെ സത്രശാലയിൽ വെച്ച് അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും 9 യോഗീശ്വരന്മാർ കൊടുത്ത ആ മറുപടി നാരദ മഹർഷി ഇന്ന് ദ്വാരകയിലിരുന്ന് വസുദേവനെ അത് കേൾപ്പിച്ചു. വസുദേവർക്ക് വലിയ സമാധാനമായി, സന്തോഷമായി. ഒടുക്കം നാരദൻ പറഞ്ഞു, കൃഷ്ണൻ എന്ന് വെച്ചാൽ പുത്രനാണ് എന്നൊരു ധാരണയുണ്ട് അങ്ങയ്ക്ക്. അങ്ങനെ ധരിച്ചാൽ പോരാ. മാ അപത്യബുദ്ധിമകൃഥാഹ, കൃഷ്ണനെ പുത്രനായി മാത്രം കരുതിയാൽ പോരാ, ഈശ്വരനായി കരുതണം. അങ്ങ് കൃഷ്ണനെ ആരാധിക്കൂ, എന്നാൽ ഇനി അങ്ങയ്ക്ക് യാതൊരു ഭയത്തിനും പ്രസക്തിയില്ല. ഇത്തരം പറഞ്ഞു. നാരദ മഹർഷി നല്ലോണം അനുഗ്രഹിക്കുകയും ചെയ്തു. വസുദേവർക്ക് വലിയ സമാധാനവും സന്തോഷവും തോന്നി ഈ ഉപദേശമൊക്കെ കേട്ടപ്പോൾ. ദ്വാരകയിൽ ഭഗവാനാണെങ്കിൽ ഈ ചിത്രങ്ങളെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് ഉപദേശം കൊടുപ്പിക്കണം നാരദനെ കൊണ്ട് എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് കൊടുപ്പിക്കുക കഴിഞ്ഞു. ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ദേവന്മാർ ദ്വാരകയിൽ ഇറങ്ങി വന്നു, വീണ് നമസ്കരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമായിരിക്കുന്നു അവിടുത്തെ ഈ അവതാരം. ഇനി എന്താ ഈ അവതാരം ഉപസംഹരിക്കൽ? ഭഗവാൻ പറഞ്ഞു, ഒരാഴ്ചയ്ക്കകം യാദവന്മാരെല്ലാം നശിക്കാൻ വേണ്ട ഏർപ്പാടായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഞാനും ഇതെല്ലാം വിട്ടുപോവുകയും. അവരെ ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പോഴേക്കും കുറേ യദുവൃദ്ധന്മാർ ആ പ്രദേശത്ത് വന്നു. അവരോടായിട്ട് ഭഗവാൻ പറഞ്ഞു, അതെ, നമ്മളൊക്കെ മഹർഷിമാരെ ശാപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ശാപം സമുദ്രത്തിൽ കലക്കിക്കളയാൻ പറ്റും എന്നൊന്നും ആരും ധരിക്കരുത്. അതൊന്നും അങ്ങനെ കലങ്ങിപ്പോകുന്നില്ല. ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഇവിടുന്ന് പോകണം, പ്രഭാസ തീർത്ഥത്തിൽ ചെല്ലണം, തീർത്ഥസ്നാനം ചെയ്യണം, മഹർഷിമാരെ കണ്ട് വന്ദിക്കണം. ഇതൊക്കെ ചെയ്താൽ ശാപത്തിൽ നിന്ന് മോചനം ഉണ്ടാവും. ഇല്ലയെന്ന് വെച്ചാൽ എല്ലാവരും നശിക്കും. ഇതും പറഞ്ഞു ഭഗവാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പം തന്നെ യാദവന്മാർ പുറപ്പെട്ടു കേട്ടോ. തേരിൽ കയറി, കുതിരപ്പുറത്ത് കയറി പ്രഭാസ തീർത്ഥത്തിലേക്ക്. ഇതെല്ലാം ഒരാൾ മാത്രം നിരീക്ഷിച്ചു, ഉദ്ധവൻ മാത്രം. ഭഗവാനിൽ നിന്ന് അകന്നകന്നകന്ന് വേറെ ദിക്കിലേക്ക് പോയാൽ ഒരാൾ ശാപത്തിൽ നിന്നോ ആപത്തിൽ നിന്നോ രക്ഷപ്പെടുവോ? ഇതാണ് അദ്ദേഹം ആലോചിച്ചത്. രക്ഷപ്പെടില്ല, അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. ശാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭഗവാനിൽ നിന്ന് അകന്ന് വേറെ ദിക്കിലേക്ക് പോവുകയാണ്. താൻ ഏതായാലും ഭഗവാനിൽ നിന്ന് അകന്ന് മറ്റൊരു ദിക്കിലേക്ക് ഇല്ല എന്ന് ഉദ്ധവൻ സ്വയം അങ്ങ് തീർച്ചപ്പെടുത്തി. അതുകൊണ്ട് ഭഗവാന്റെ പിന്നാലെ ചെന്നു, വീണ് നമസ്കരിച്ചു. ഭഗവാൻ ചോദിച്ചു, എന്താ അങ്ങയ്ക്കൊരു പരിഭ്രമം ഉള്ളതുപോലെ? ഉദ്ധവൻ ചോദിച്ചു, അവിടുന്ന് ഈ യാദവന്മാരെ മുഴുവനും നശിപ്പിച്ച് ഈ അവതാരം ഉപസംഹരിച്ച് തിരിച്ചു പോവുകയാണോ എന്ന്. ആണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകണം. ഞാൻ പോയാൽ ഈ ലോകത്തിൽ ജീവിക്കേണ്ടി വരും എന്നോർക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? ഉദ്ധവൻ പറഞ്ഞു, ലവലേശം ഭയമില്ല എന്ന്. തവമായാം ജയേമഹി, അവിടുത്തെ മായയെ ജയിക്കാൻ വേണ്ട സൂത്രങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയും കാലം അവിടുത്തെ പിന്നാലെ നടന്നുല്ലോ. എന്നാലും അവിടുന്ന് പോവുക കഴിഞ്ഞാൽ പിന്നെ ഏകാഗിയായി ജീവിക്കേണ്ടി വരും എന്ന ഒരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നെയും കൂടി കൊണ്ടുപോകണേ എന്ന്. ഭഗവാൻ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ ആനന്ദലോകത്തിലേക്ക് ഉദ്ധവനെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോയാൽ അതിൻ്റെ ഗുണം
ഉദ്ധവന് മാത്രം ആയിരിക്കും. അങ്ങനെ പോരാ, ഇപ്പോൾ ഉള്ളവർക്കും ഇനി ജനിക്കാൻ പോകുന്ന ആളുകൾക്കും കൂടി എൻ്റെ ലോകത്തിലേക്ക് വരാൻ സാധിക്കണം. അതിന് പറ്റിയ ഒരു മാർഗം ഞാൻ തുറന്നു തരാം. ഇത്രയും കേട്ടപ്പോൾ ഉദ്ധവന് ബോധ്യായി ഭഗവാൻ എന്തെല്ലാമോ ഉപദേശിക്കാൻ ഭാവിക്കുകയാണ് എന്ന്. ഇതേവരെ ഭഗവാൻ യജമാനൻ, താൻ ഭൃത്യൻ, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ദാ ഭഗവാൻ ആചാര്യനായിട്ടിരിക്കുന്നു. അപ്പോൾ ശിഷ്യനായിട്ടിരുന്നു കൊടുക്കുക, അതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. ഉദ്ധവൻ ശിഷ്യനായിട്ടിരുന്നു. ഭഗവാൻ ഉപദേശം ആരംഭിച്ചു. നീണ്ടതാണ് ഭഗവാന്റെ 10-22 അധ്യായങ്ങളോളം നീണ്ടതാണ് ഭഗവാന്റെ ഉപദേശം. ഉപദേശം നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് അനുസ്മരിക്കാം. നാരായണ നാരായണ നാരായണ.